C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എൻ്റെ ഭാര്യ നിങ്ങളോട് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. തെറ്റ് ഏതായാലും തെറ്റായിപ്പോയി. ശ്രീലക്ഷ്മിയുടെ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നവരെ ഏതിനും കുറച്ച് സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. തൽക്കാലത്തേക്ക് ക്ഷമിക്കുക. ശ്രീലക്ഷ്മി വരും. രാജലക്ഷ്മി അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം നല്ല ദേഷ്യത്തിലാണെന്ന്. ഇനി മോളെ പോലെ നിങ്ങളും ഗർഭിണിയാണോ എന്തോ. അല്ല, ഈ ദേഷ്യമല്ലേ ഗർഭിണിയാവുമ്പോഴുള്ള നിങ്ങളുടെ അടയാളം. ആ പരിശോധനാ സാധനം മിച്ചുണ്ടെങ്കിലേ ഒന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്നത് നല്ലതാ. അമ്മേ, ആഹാ, ആശാൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. എന്നാല് ആശാനെ നമ്മളെ സമ്മതിച്ചു. ആശാൻ പറഞ്ഞ അച്ചട്ടാ, കണ്ടില്ലേ താഴെ അമ്മയും മോളും തുണിയും വാരിക്കെട്ടി ഇറങ്ങിയത്. എങ്ങനെയുണ്ടായിരുന്നു ആശാനെ നമ്മളെ അഭിനയം? അതൊക്കെ എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ താൻ ചെയ്തത് കുറച്ച് കടന്നു പോയില്ലെന്ന് എനിക്കൊരു സംശയം. ഒന്നുമില്ലെങ്കിലും പ്രായത്തിൽ മൂത്താളല്ലേ. ആ, അത് നമുക്കും തോന്നി ആശാനെ. പക്ഷേ ചെപ്പക്കുറ്റിക്കൊന്ന് പൊട്ടിച്ച ശേഷ അങ്ങനെ തോന്നിയത്. നമുക്കിഷ്ടല്ലാത്ത പറഞ്ഞ നമ്മുടെ കണ്ണിൽ ഇരുട്ട് കയറും. പിന്നെ മുന്നിൽ നിൽക്കുന്നത് അമ്മയാണോ മോളാണോ വലുതാണോ ചെറുതാണോ എന്നൊന്നും ദേ ഇതിനറിഞ്ഞൂടാ. കേറി അങ്ങ് മെയ്യും. എന്നിട്ടേ ആലോചിക്കൂ വേണായിരുന്നോ വേണ്ടായിരുന്നോന്ന്. ആ, അവസരം വരട്ടെ, ഒരു മാപ്പ് പറഞ്ഞാളെ. അതും ആശാൻ പറഞ്ഞതുകൊണ്ട് മാത്രം. നമ്മളെ സ്വഭാവത്തിന് ഒട്ടും ഇണങ്ങാത്ത കാര്യമാണത്. എന്നാ പിന്നെ ആശ ഉറങ്ങിക്കോ. അതാ കൺമണി ടെറസിലേക്ക് തന്നെ പോവാണോ? പിന്നെ പോവാതെ. ഇത് വിശ്വാസത്തിന്റെ പേടിയുടെയും കാര്യമൊന്നും അല്ല ആശാനെ. നമുക്കിവിടെ കിടന്നാല് ഉറക്കം വരില്ല. അതാ ആശാൻ ഇവിടെ വിശാലായിട്ട് കിടന്നോ. ഗുഡ് നൈറ്റ്. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.